നമ്മൾ ഇന്ന് പെസ്റ്റിസൈഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ദെൻ പെസ്റ്റിസൈഡിൻ്റെ ഡെഫിനിഷൻ, ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പെസ്റ്റിസൈഡ്സ് എന്ന് നോക്കാം. പെസ്റ്റിസൈഡ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ മീൻ ടു കൺട്രോൾ പെസ്റ്റ് ഇൻക്ലൂഡിങ് വീഡ്സ്. പെസ്റ്റിനെയും വീഡിനെയും കൺട്രോൾ ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. In general, a pesticide is a chemical or biological agent that deters, incapacitates, kills or otherwise discourages pest. പെസ്റ്റിനെ ഡിസ്കറേജ് ചെയ്യും അല്ലെങ്കിൽ കില്ല് ചെയ്ത് കളയും. കെമിക്കൽസ് ആവാം അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജൻറ്റ്സ് ആയിരിക്കാം, സച്ച് ആസ് വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, ഇതുപോലെയൊക്കെയുള്ള ബയോളജിക്കൽ ഏജൻറ്റ്സ് ആവാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ടാർഗറ്റ് പെസ്റ്റ് ക്യാൻ ഇൻക്ലൂഡ്, അപ്പോൾ നമ്മൾ എന്തിനൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇൻസെക്റ്റ്, പ്ലാന്റ്, പാത്തജൻസ്, വീഡ്സ്, മൊളസ്ക്, ബേർഡ്സ്, മാമൽസ്, ഫിഷ്, നെമറ്റോഡ്സ് ആൻഡ് മൈക്രോബ്സ് ദാറ്റ് ആർ ഡിസ്ട്രോയ് പ്രോപ്പർട്ടി, കോസ് ന്യൂയിസൻസ് ഓർ സ്പ്രെഡ് ഡിസീസ് ഓർ ആർ ഡിസീസ് വെക്ടേഴ്സ്. അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ തടഞ്ഞു വയ്ക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ന്യൂയിസൻസ് ഉണ്ടാക്കുന്ന ടൈപ്പ് പെസ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെസ്റ്റിസൈഡ് വെച്ചിട്ട് കില്ല് ചെയ്യുന്നത്. അപ്പോൾ എലോങ് വിത്ത് ദിസ് ബെനിഫിറ്റ്, പെസ്റ്റിസൈഡ് ഓൾസോ ഹാവ് ഡ്രോബാക്സ് സച്ച് ആസ് പൊട്ടൻഷ്യൽ ടോക്സിസിറ്റി ടു ഹ്യൂമൻസ് ആൻഡ് അതർ സ്പീഷീസ്. അതായത് എന്താ പറഞ്ഞത്, നമ്മുടെ ഇപ്പം കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും കുറച്ച് ഡ്രോബാക്സും ഇതിനുണ്ട്. എന്തൊക്കെ ഡ്രോബാക്സ് ആണ്? നമ്മുടെ ഹ്യൂമൻ ആൻഡ് വെജിറ്റേഷൻസിനെയൊക്കെ ഇത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ സ്പീഷീസിനും ഇത് കുറേ ബാഡ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഇതൊരു ഡെഫിനിഷൻ പോലെയുള്ള ഇതാണ് പെസ്റ്റിസൈഡിൻ്റെ. എനി സബ്സ്റ്റൻസ് ഓർ മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസ് intended for preventing, destroying or controlling any pest, including vectors of human or animal disease, unwanted species of plants or animals, causing harm during or otherwise interfering with their production, processing, storage, transport or marketing of food, agricultural commodities, wood and wood products or animal feedstuffs or substances that may be administered by to animals or for the control of insects or other pests in or their bodies. അതായത് ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ സ്റ്റോർ ചെയ്യുക, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട്, മാർക്കിങ്, പ്രോസസ്സിങ്, അതിൽ ആ സ്റ്റെപ്പുകളിലൊക്കെ വരുന്ന ഇൻസെക്ട്സിനെ നമുക്ക് കില്ല് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ ടൈപ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ടൈപ്സ് എന്തൊക്കെ തരത്തിലുണ്ട് നോക്കാം. പെസ്റ്റിസൈഡ്സ് ആർ ഓഫൺ റെഫേർഡ് ടു അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് പെസ്റ്റ് ദേ കൺട്രോൾ. ഏത് ടൈപ്പ് പെസ്റ്റിന് ആണ് അവർ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പെസ്റ്റിസൈഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദ പെസ്റ്റിസൈഡ് ക്യാൻ ഓൾസോ ബി കൺസിഡർ ആസ് എയ്തർ ബയോഡിഗ്രേഡബിൾ പെസ്റ്റിസൈഡ്സ് വിച്ച് വിൽ ബി ബ്രോക്കൺ ഡൗൺ ബൈ മൈക്രോബിയൽ ആൻഡ് അതർ ലിവിങ് ബീയിങ്സ് into harmless compounds, or persistent pesticide which may take months or years before they are broken down. അതായത് പെസ്റ്റിസൈഡ്സ് ഉണ്ട്. പെസ്റ്റിസൈഡ്സ് എന്താണ്? ബയോഡിഗ്രേഡബിൾ ആകുന്ന പെസ്റ്റിസൈഡ്സ് ഉണ്ട്, അല്ലാത്ത ടൈപ്പ് പെസ്റ്റിസൈഡ്സും ഉണ്ട്. ദെൻ ഇറ്റ് വാസ് ഇനി ബയോഡിഗ്രേഡബിൾ ആവാത്ത പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് വരും. അതായത് ഇപ്പം അത് നമ്മുടെ ആനിമൽ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലാന്റ് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഫുഡ് ചെയിൻ വഴി എവിടെ ബാക്കിയുള്ള ആനിമൽസിലേക്കും എത്തും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന പെസ്റ്റിസൈഡ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ് കുറേ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇറ്റ് വാസ് പെർസിസ്റ്റൻറ്റ് ഓഫ് DDT ഫോർ എക്സാമ്പിൾ വിച്ച് ലീഡ് ടു അക്യുമുലേഷൻ ഇൻ ദ ഫുഡ് ചെയിൻ ആൻഡ് ഇറ്റ് ഈസ് കില്ലിംഗ് ദ ബേർഡ്സ് ഓഫ് പ്രേ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിൻ്റെ ടോപ്പിലുള്ള ബേർഡിനെ കില്ല് ചെയ്യാൻ നമ്മുടെ DDTക്ക് കഴിയും. DDT എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റിന് ഇടുന്ന ഒരു പെസ്റ്റിസൈഡാണ്. ഇത് നമ്മളെ ഫുഡ് ചെയിൻ അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ പണ്ട്, പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്,
പരുന്ത്, അങ്ങനെ ഈ ഫുഡ് ചെയിൻ വഴി ഇതിങ്ങനെ പോയി അവസാനം വരുന്ന ബേർഡിനെ വരെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെ DDTക്ക് ഉണ്ട്. അനദർ വേ ടു തിങ്ക് അബൌട്ട് പെസ്റ്റിസൈഡ് ഈസ് ടു കൺസിഡർ ദോസ് ദാറ്റ് കെമിക്കൽസ് പെസ്റ്റിസൈഡ് ഡിറൈവ്ഡ് ഫ്രം കോമൺ സോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ അപ്പോൾ ആദ്യമായിട്ട് ഇനി ക്ലാസിഫിക്കേഷനിൽ പറയുന്ന പെസ്റ്റിസൈഡ്സിനെ നമുക്ക് ഇൻസെക്ടിസൈഡ്സ് എന്ന് തരംതിരിക്കാം. അതുപോലെ തന്നെ അടുത്ത വരുന്നതാണ് ഇൻസെക്ടിസൈഡ്സ് കഴിഞ്ഞിട്ട് ഹെർബിസൈഡ്സ് വരുന്നുണ്ട്. ഹെർബിസൈഡ്സ് കഴിഞ്ഞിട്ട് ബയോ പെസ്റ്റിസൈഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിനെ പെസ്റ്റിസൈഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇത്രയാണ്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എന്താണ്, അത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇൻസെക്ടിസൈഡ്സ് ആണ്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകാം എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഇൻസെക്ട്സിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസെക്ടിസൈഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് തന്നെ 3 ടൈപ്സ് ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻസെക്ടിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് 3 ടൈപ്പാക്കി തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഇൻസെക്ടിസൈഡ്സിനെ. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് നിയോണിക്കോട്ടിനോയിഡ്സ് ആർ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോ ആക്റ്റീവ് ഇൻസെക്ടിസൈഡ്സ് കെമിക്കലി സിമിലർ ടു നിക്കോട്ടിൻ. നമ്മുടെ നിക്കോട്ടിൻ കേട്ടിട്ടില്ലേ, നമ്മളെ ടുബാക്കോ പ്ലാന്റിൽ ഉണ്ടാകുന്ന ഒരു കെമിക്കലാണിത്. അപ്പം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ നിയോണിക്കോട്ടിനോയിഡ്സ് ആർ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോ ആക്റ്റീവ് ഇൻസെക്ടിസൈഡ്സ് കെമിക്കലി സിമിലർ ടു നിക്കോട്ടിൻ അപ്പം നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക നമ്മുടെ ഇൻസെക്റ്റിൻ്റെ. അപ്പം ഇത് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഇംഡാക്ലോപ്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസെക്ടിസൈഡ് ഓഫ് ദ ഇതാണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻസെക്ടിസൈഡ് ഇൻ ദ വേൾഡിൽ തന്നെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് നമ്മുടെ, പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് പോലെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്ട്സ് ഉണ്ടാവും. നമ്മുടെ ഹണി ബീ പോലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്ടിസൈഡിനെയും ഇത് കില്ല് ചെയ്യാറുണ്ട്. ഇൻ ദ ലേറ്റ് 1990s neonicotinoids came under increasing scrutiny over their environmental impact and were linked in range of studies and adverse ecological effects. അപ്പോൾ എന്താണ്, 1990s ഒക്കെ ആകുമ്പോഴാണ് ഇത് നമ്മളെ എങ്ങനെയാണ് പ്രതികൂലമായിട്ട് ബാധിക്കുന്നതെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ എന്താണ് ഇതിൽ പറയുന്നുണ്ട് linked range studies and adverse ecology effects including honeybee colony collapse disorder. അപ്പം നമ്മുടെ ഹണിബീനെയൊക്കെ ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലോസ് ഓഫ് ബേർഡ്സ് ഡ്യൂ ടു റിഡക്ഷൻ ഇൻ ഇൻസെക്ട് പോപ്പുലേഷൻ. നമ്മുടെ ഇൻസെക്റ്റിനെ മൊത്തം ഇത് കില്ല് ചെയ്ത് കളഞ്ഞു. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം മൊത്തം എല്ലാ ഇൻസെക്റ്റിനെയും കില്ല് ചെയ്യുന്നുണ്ട്. അത് കാരണം എന്താണ്, ബേർഡ്സിനൊന്നും ഫുഡ് ഇല്ലാതെ വരും. ഇൻസെക്റ്റൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ചെയിനിനെ അത് ബാധിക്കില്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഇൻ 2013 ദ യൂറോപ്യൻ യൂണിയൻ ആൻഡ് എ ഫ്യൂ നോൺ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് റെസ്ട്രിക്ട് ദീസ് യൂസ് ഓഫ് സെർട്ടൻ നിയോണിക്കോട്ടിനോയിഡ്സിന് നമ്മൾ എന്ത് ചെയ്തു, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു ഇത് യൂസ് ചെയ്യുന്നതിൽ. ഓക്കെ, അപ്പോൾ ഈ നിയോണിക്കോട്ടിനോയിഡ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഹണി ബീയുടെ കാര്യം ആലോചിക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് വരുന്നത് ഓർഗനോഫോസ്ഫേറ്റ് ആൻഡ് കാർബോമേറ്റ് ഇൻസെക്ടിസൈഡ് ഹാവ് സിമിലർ മോഡ് ഓഫ് ആക്ഷൻ. അതേപോലെ അടുത്ത ഒരെണ്ണമാണ് ഓർഗനോഫോസ്ഫേറ്റ് ആൻഡ് കാർബമേറ്റ് എന്ന് പറയുന്നത്. ഇതും എന്താണ്, സിമിലർ ആക്ഷനാണ് ഇവരും ചെയ്യുന്നത്. ദേ അഫക്റ്റ് ദ നെർവസ് സിസ്റ്റം ഓഫ് ടാർഗറ്റ് പെസ്റ്റ്. നമ്മുടെ ടാർഗറ്റ് പെസ്റ്റിൻ്റെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. ആൻഡ് ബൈ ഡിസ്റപ്റ്റിംഗ് acetylcholine
കോളിൻ സ്റ്റെറൈസ് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ആൻഡ് അതായത് നമ്മുടെ എൻസൈം എന്താ പറയുക, നമ്മുടെ നെർവൽ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഒരു എൻസൈം സിസ്റ്റമാണിത്. അപ്പോൾ ആ സിസ്റ്റത്തിനെയാണ് ഇവർ ഡാമേജ് ചെയ്യുന്നത്. ദ എൻസൈം ദാറ്റ് റെഗുലേറ്റ് ദ അസറ്റൈൽ കോളിൻ പറഞ്ഞിട്ടുള്ള അസറ്റൈൽ കോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിനെയാണ് ഇവർ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഓർഗനോഫോസ്ഫേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത വരുന്നതാണ് this inhibition cause as increase in the synaptic acetylcholine and overstimulation of the parasympathetic nervous system. അപ്പോൾ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഇൻസെക്ട്സ് കില്ലാവുന്നത്. Then many of these insecticides first developed in mid-20th century. ഈ ഇൻസെക്ടിസൈഡ്സ് ഒക്കെ എന്നാണ് ഡെവലപ്പ് ചെയ്തത്? mid-20th centuryയിലാണ് ഡെവലപ്പ് ചെയ്തത്. are very poisonous ആണ്. Although commonly used in past, many older chemicals have been removed from the market due to their health and environmental effects. അപ്പോൾ നമ്മുടെ പണ്ട് യൂസ് ചെയ്തിരുന്ന കുറേ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്കിതിൻ്റെ എഫക്റ്റൊക്കെ മനസ്സിലായത് എത്രത്തോളം പോയ്സണസ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം DDT എല്ലാവരും കേട്ടിട്ടുള്ള നിരോധിച്ചിട്ടുള്ളൊരു പെസ്റ്റിസൈഡാണ് അല്ലേ. അതേപോലെ തന്നെ വരുന്നതാണ് ടോക്സാഫീൻ ആൻഡ് ക്ലോർഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പെസ്റ്റിസൈഡൊക്കെ ഇങ്ങനെ അതിൻ്റെ പോയ്സണസ് നേച്ചർ കാരണം അതായത് നമ്മൾ നിരോധിച്ചിട്ടുള്ളതാണ്. ഓക്കെ. However, many organophosphates are not persistent in environment. ഓക്കെ. ദെൻ അടുത്ത അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മൂന്നാമത്തെ ടൈപ്പാണ് പൈറേത്രോയിഡ് ഇൻസെക്ടിസൈഡ്സ് were developed as synthetic version of naturally occurring pesticide pyrethrin and which found in chrysanthemums. അതായത് പൈറേത്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് ഉണ്ട്. ഇത് എവിടെയാണ്? നമ്മുടെ ക്രൈസാന്തിമത്തിലൊക്കെയാണ് കാണുന്നത്. ക്രൈസാന്തിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജമന്തിയൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്ത്. ദേ ഹാവ് ബീൻ മോഡിഫൈഡ് ടു ഇൻക്രീസ് ദെയർ സ്റ്റെബിലിറ്റി ഇൻ എൻവയോൺമെൻറ്റ്. സം സിന്തറ്റിക് പൈറേത്രോയിഡ്സ് ആർ ടോക്സിക് ടു നെർവസ് സിസ്റ്റം. ഇവരും നെർവസ് സിസ്റ്റത്തിന് തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻസെക്ടിസൈഡ്സിൽ വരുന്നത്. അടുത്ത വരുന്നതാണ് ഹെർബിസൈഡ്സിൽ നമുക്കറിയാം ഹെർബ്സിനെയാണ് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നത്. എ നമ്പർ ഓഫ് സൾഫോനൈലൂറൻസ് ഹാവ് ബീൻ commercialized for weed control, including amidosulfuron and അപ്പോൾ എന്താണ് നമ്മുടെ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ പെസ്റ്റിസൈഡിൻ്റെ പ്രോട്ടീനിൽ ഒരു ജീൻ ഉണ്ടാവും. അപ്പം ഈ പെസ്റ്റിസൈഡ്സിന് എന്താണ് നമ്മുടെ ഇൻസെക്ട്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ജീൻ എടുത്ത് നമ്മൾ പ്ലാന്റിൻ്റെ സെല്ലിൽ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ജീനിൽ കൊടുക്കുക. അപ്പോൾ പ്ലാന്റിന് വേറെ ഒരു പെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, പെസ്റ്റിസൈഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അതാണ് പ്ലാന്റ് ഇൻകോപ്പറേറ്റ് പ്രൊട്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ബയോകെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉണ്ട്. ദെൻ ആദ്യം മൈക്രോബിയൽ പെസ്റ്റിസൈഡ്സ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈഡ് ബൈ ടൈപ്പ് ഓഫ് പെസ്റ്റിൻ്റെ ടൈപ്പിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത് തന്നെയാണ്. അതായത് ആൽഗിസൈഡ്സ് ഉണ്ട്. ആൽഗിസൈഡ്സ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? കൺട്രോൾ ദ ആൽഗെ ഇൻ ലേക്ക്. നമ്മുടെ ആൽഗേനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലേക്ക് കനാല് അവിടെയൊക്കെ ആൽഗേനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആൻറ്റി വ്ലോഗിങ് ഏജൻസ് ഉണ്ട്. കിൽ ഓർ
repel organisms that attach to underwater surfaces. അതായത് അണ്ടർ വാട്ടർ സർഫസിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ആൻറ്റി മൈക്രോബിയൽസ് ഉണ്ട്. ആൻറ്റി മൈക്രോബിയൽസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നതാണ്. ദെൻ അട്രാക്റ്റൻസ് ഉണ്ട്. അട്രാക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇൻസെക്ട്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യും. സെർട്ടൻ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാണ് അട്രാക്റ്റ് ചെയ്യുക? ഇപ്പം ഫിറോമോൺസ് വെച്ചിട്ട് അട്രാക്റ്റ് ചെയ്യാം. ദെൻ വോളറ്റൈൽസ് യൂസ് ചെയ്യാം. ദെൻ ഫ്ലവർ ഓയിൽസ് യൂസ് ചെയ്യാം, ഷുഗർ യൂസ് ചെയ്യുക, പ്രോട്ടീൻസ് യൂസ് ചെയ്യുക. ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യിക്കും. എന്നിട്ട് ഇവരെ കില്ല് ചെയ്യുന്നതാണ് അട്രാക്റ്റൻസ് ചെയ്യുന്നത്. ആൻഡ് അടുത്ത വരുന്നതാണ് ബയോപെസ്റ്റിസൈഡ്സ് നമ്മൾ പറഞ്ഞു. Certain type of pesticide derived from such natural materials as animals, plants, bacteria and certain minerals. Then ബയോസൈഡ്സ് ഇതും മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നതാണ്. അടുത്ത വരുന്നതാണ് ഡിസിൻഫെക്റ്റൻറ്റ് എന്തിനെ കില്ല് ചെയ്യുന്നതായിരിക്കും? പാത്തജൻസ് kill or inactivate disease producing microorganism. മൈക്രോഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നതാണ്. അവരെയാണ് നമ്മൾ പാത്തജൻസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഫംഗിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഫംഗസിനെ കില്ല് ചെയ്യുന്നതായിരിക്കും. ദെൻ ഫ്യൂമിഗൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ഗ്യാസ് ഓർ വേപ്പർ ഇൻറ്റൻറ്റഡ് ടു ഡിസ്ട്രോയ് ദ പെസ്റ്റ്. എന്താ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാണ് ഫ്യൂമിഗൻസ് എന്ന് പറയുന്നത്. ദെൻ ഹെർബിസൈഡ്സ് ഉണ്ട്. ഹെർബ്സിനെ വീഡ്സിനെയൊക്കെ കില്ല് ചെയ്യുന്നത്. ഇൻസെക്ടിസൈഡ്സ് ഇൻസെക്റ്റിനെ കില്ല് ചെയ്യുന്നത്. ആൻഡ് മിറ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ മൈറ്റ്സിനെയൊക്കെ കില്ല് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊരു ഇൻസെക്റ്റാണ്. ദെൻ മൈക്രോബിയൽ പെസ്റ്റിസൈഡ്സ് ഉണ്ട്. മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നതാണ്. ദെൻ മൊളക്സൈഡ് എന്ന് പറഞ്ഞാൽ സ്നെയില്, സ്ലഗ്സ്, നമ്മുടെ ഒച്ചിൻ്റെ പോലെയുള്ള ജീവികളൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ നെമറ്റോയിഡ്സ് ഉണ്ട്. നെമറ്റോഡ്സ് പറഞ്ഞാൽ നമ്മുടെ റൗണ്ട് വേമൊക്കെ പോലെ വേംസൊക്കെ ഇല്ലേ, അതിനെ കില്ല് ചെയ്യുന്നതാണ് നെമറ്റോയിഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഫിറോമോൺസ് എന്ന് പറഞ്ഞാൽ ബയോകെമിക്കൽ യൂസ്ഡ് ഫോർ ഡിസ്റപ്റ്റ് ദ മേറ്റിംഗ് ബിഹേവിയർ ഓഫ് ഇൻസെക്റ്റ്. മേറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഫിറോമോൺസ് യൂസ് ചെയ്യുന്നത്. റിപ്പലൻസ് ഉണ്ട്. റിപ്പൽ ചെയ്യുന്ന കെമിക്കൽസ്. അപ്പോൾ ഇതെവിടെയാണ്? ഇൻക്ലൂഡിങ് ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ്. മോസ്കിറ്റോനൊക്കെ റിപ്പലൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പം വീട്ടിലൊക്കെ തന്നെ മോസ്കിറ്റോനെ അകറ്റാനൊക്കെ കുറേ മെത്തേഡ്സ് ചെയ്യുന്നില്ലേ. ദെൻ റോഡൻറ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാറ്റിനെയൊക്കെ കില്ല് ചെയ്യുന്ന പെസ്റ്റിസൈഡാണ്. ദെൻ സ്ലൈംസൈഡ്സ് എന്ന് പറഞ്ഞാൽ സ്ലൈമിനെ കിൽ സ്ലൈംസ് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസംസ് സച്ച് ആസ് ആൽഗെ, ബാക്ടീരിയ, ഫംഗസ്, സ്ലൈം മോൾഡ്സ്, അതിനൊക്കെ കില്ല് ചെയ്യാനാണ് സ്ലൈംസൈഡ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പം ഡിഫോളിയൻസ് ഉണ്ട്. അതെന്താണ്? കോസ് ലീവ്സ് ഓർ അതർ foliage to drop from plants. യൂഷ്വലി ഹാർവെസ്റ്റിൻ്റെ ടൈമിൽ നമ്മൾ ഫോളിയേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫോളിയൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡെസിക്കൻസ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ഡ്രൈയിങ് ഓഫ് ലിവിങ് ടിഷ്യൂസിൻ്റെ ഡ്രൈയിങ് സച്ച് ആസ് അൺവാണ്ടഡ് പ്ലാന്റ് ടോപ്സിനൊക്കെ നമ്മൾ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെസിക്കൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. അതെന്താണ്? ഡിസ്റപ്റ്റ് ദ മോൾട്ടിങ്, മെച്യൂരിറ്റി ഫ്രം പ്യൂപ്പിൾ സ്റ്റേജ് ആൻഡ് അഡൾട്ട് ഓർ ലൈഫ് പ്രോസസ് ഓഫ് ദ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യും. ദെൻ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റിൻ്റെ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്നത്. സബ്സ്റ്റൻസ് ദാറ്റ് ഓൾട്ടർ ദ എക്സ്പെക്റ്റഡ് growth, flowering or reproduction rate of plants. Then soil sterilants ഉണ്ട്. Then wood preservatives ഉണ്ട്. Soil sterilants എന്താ? Chemical that temporarily or permanently prevent the growth of all plants and animals depending on the chemicals. Soil sterilants must registered as pesticides. Then wood pesticides എന്ന് പറഞ്ഞാൽ these are used to make wood resistant to insect, fungus and other pests.